ഞാൻ സ്റ്റാറ്റസ് കണ്ടപ്പോ ഞാൻ അവിടെ ഹലോ. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നില്ലേ? മാഷാ അല്ലാ, മബ്രൂക്ക്. ഹലോ, കേൾക്കണില്ലേ? ഇപ്പൊ കേൾക്കണ്ടോ? മബ്രൂക്ക് പറഞ്ഞാണ്. എന്താ സുഖമായിട്ട് പോണു. അല്ല, എന്തായിരുന്നു മറ്റേതാ നോർമലാ? ഓപ്പറേഷൻ തന്നെ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇപ്പൊ? ആഹാ, ഓക്കെ. ഓക്കെ, അതായത് നന്നായി. എന്തായാലും ഇപ്പൊ ഇതായില്ലേ? കുട്ടീന്റെ ഫോട്ടോ കിട്ടിയോ? കൊണ്ടുപോയിട്ടുണ്ടതാ. ആരൊക്കെ ഉണ്ടോ അവിടെ ഹോസ്പിറ്റലില്? ആ,
ആ ആ ഞാനുണ്ട്. അമലെത്തി. അപ്പൊ ട്രോഫി അടിച്ചല്ലേ? രണ്ടെണ്ണായില്ലേ? വെക്കരുത്. ഇനി എന്തായാലും എത്ര ഇനി നമുക്ക് ആ മറ്റേ കപ്പുണ്ടല്ലോ MVP അത് കൂടെ അടിച്ചെടുക്കണം. അത് എപ്പോഴായിരുന്നു സമ്മാനദാനം? അയ്യോ, കൺഗ്രാചുലേഷൻസ്. കിടക്കി ഇവിടെ രണ്ടാമത്തെ ആളായി. രണ്ടുപേരും ഒരേപോലെയുള്ള. ഇനി നിങ്ങള് മത്സരിക്കും. ഇൻഷാ അല്ലാ. അല്ല ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അപ്പൊ അതങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. വേറെ എല്ലാരെയും കണ്ടപ്പോ എന്തെന്നാ പെട്ടെന്ന് കഴിഞ്ഞു. ഇല്ലല്ലോ, ഞാനല്ല ദിനേശ്. 5 വർഷം. ഞാൻ ആശാന് 4 ഡേറ്റ്. നമ്മള് പറഞ്ഞ ഡേറ്റ് ചെറുതായിട്ടല്ല. ഞാൻ 5 പറഞ്ഞിട്ട്. ആശാന് അപ്പൊ തന്നെ മറ്റേതിട്ടു. 4 പറഞ്ഞ് പൊക്കി കൈ പൊക്കിട്ടുണ്ട്. Sulu, could you please switch off your mic? Okay. सादा खाना एक बिरयानी।
Good evening. Good evening. Good evening. കേൾക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്? കേൾക്കുന്നുണ്ടല്ലോ ടീച്ചറെ. കേൾക്കുന്നുണ്ട്. ഡിസ്റ്റർബൻസ് ഒന്നുമില്ലല്ലോ? ഏതൊരു കൊച്ചിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതല്ലാണ്ട് എന്റെ സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ബിക്കോസ് 2 ID ഒരുമിച്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എന്റെ സിസ്റ്റത്തിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഐ ജസ്റ്റ് ഓപ്പൺ മൈ മൊബൈൽ ഓൾസോ. സോ ലെറ്റ്സ് ട്രൈ. പറയൂ, എന്തുണ്ട് വിശേഷം? ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ വൈഫ് അതാണ് മെയിൻ. ഫ്രണ്ടിന്റെ വൈഫ് പ്രസവിച്ചു, കൊച്ചാങ്കുട്ടി. അതിന്റെ ഇതിലായിരുന്നു. Congrats to your friend. Hello. Just convey my congrats to your friend. Okay. So, വേറെ എന്താ പുതിയ വിശേഷങ്ങൾ? വേറെ കുട്ടികളെല്ലാരും മറ്റേ എന്താ പറയാ, ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികൾ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോരോ വിശേഷങ്ങൾ. അപ്പൊ അതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ടോട്ടൽ ഓൾമോസ്റ്റ് കുറച്ച് പേരൊക്കെ ഉണ്ട്. 18 സ്റ്റുഡൻസ് reached. That's enough. Wow, super. അയ്യോ, എന്തിനാണ് ഇങ്ങനെ അധികം മേക്കപ്പ് ഇടുന്നത് സുലു? ഇവനെ ഈ കോലത്തിലാക്കണം എന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും മേക്കപ്പ് ഇടണ്ട ടീച്ചറെ. അയ്യോ, ഇത് ബോയ് ആണല്ലേ? ഇന്നപ്പോ ഇന്ന് ചെറിയ സ്കൂളില് അംഗനവാടി ഇതിലൊക്കെ ഇന്ന് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതിന്റെ ഇതിലായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഓക്കെ, ഇതിനകത്ത് ഒരു ബോയിനെ ഗേൾ ആക്കിയില്ലേ? അത്ഭുതമായിട്ടുണ്ട്. നേട്ടനാണല്ലോ. നമ്മള് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തീർന്നല്ലോ നമ്മുടെ ഭംഗിയില്ലായ്മയും കറുപ്പും ഒക്കെ. എന്തൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ആണിനെ പെണ്ണാക്കാം, പെണ്ണിനെ ആണാക്കാം. എന്തൊക്കെ കഥകളാ അല്ലേ? നിങ്ങൾ ആരെങ്കിലും സ്റ്റേജിൽ ഇതുപോലെ ചെറുപ്പത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? അതുപോലെ വേഷമൊക്കെ കെട്ടി ആണ് പെണ്ണായിട്ട് അങ്ങനെയൊക്കെ ഇപ്പൊ ഇതുപോലെ ഇരിക്കുന്ന പോലെ, അതായത് കുട്ടി ചെയ്ത പോലെ? ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു വേഷം? ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട് മാം. എന്തൊക്കെയായിട്ടാ, എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്? ഒപ്പന, അതുപോലെ ഒപ്പന, തിരുവാതിര, മാർഗംകളി. ഒരു മാർഗമില്ലാത്തൊരു കളിക്കുന്ന കളിയാട്ടോ അത്, മാർഗംകളി. ഓക്കെ, പിന്നെ എന്താ കളിച്ചിട്ടുള്ളത്? ഒപ്പന. മണവാട്ടിയായിരുന്നു ഒപ്പനയ്ക്ക്? ഞാൻ മണവാട്ടിയായിരുന്നു. ഷാനു മണവാട്ടിയായിരുന്നു. മണവാട്ടി ആവണമെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗി വേണമല്ലോ. നോക്കട്ടെ, ഭംഗി ഉണ്ടോന്ന്. ഇപ്പൊ ഭംഗി കാണിച്ചു തരൂല. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റില്ല. ശരി, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റേജിൽ കയറിയ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നർത്ഥം.
എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു ആ സമയത്തൊക്കെ. ഞാൻ കറുത്തിട്ടാണല്ലോ, അപ്പൊ ഭംഗി ഉണ്ടാവില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. ഞാൻ അന്ന് ഇത്രയും തടിയുമില്ല, മെല്ലിഞ്ഞിട്ടായിരുന്നു, ഒട്ടും തടിയൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ നല്ല എല്ലാവരും ചെറുക്കത്തി- ഇങ്ങനെ എങ്ങനെ ഞാൻ നല്ല ഇതായിരുന്നു. ഞാൻ നല്ല ചെറുക്കത്തിയാണല്ലോ. പക്ഷെ അന്നുണ്ടല്ലോ, ഇപ്പൊ ഫുള്ള് മേക്കപ്പ് അല്ലേ മോളെ. ഇവിടെ അന്നൊക്കെ ഉണ്ട്. ഇപ്പൊ മേക്കപ്പ് ഇല്ല, പക്ഷെ നോർമലി അതെന്തറിയോ, ലാപ്ടോപ്പിലാണെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോ എന്റെ ഫോൺ ആയതുകൊണ്ട് കിട്ടുന്നൊരു ഭംഗിയല്ലേ. ഞാനും കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയപ്പോ ഇന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇത്. അത് അതെ. അനക്ക് അതാണ് എന്നെ തന്നെ ലാപ്ടോപ്പ്. അസൂയേ. അതായത് ചെറുപ്പത്തിലൊക്കെ ഒട്ടും ഫെയർ ആയിരുന്നില്ല, തടിയില്ല. അപ്പൊ ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. ആരെങ്കിലും ഒക്കെ ഈ വീട്ടിലൊക്കെ ചില നമ്മുടെ ഫാമിലിയിലൊക്കെ ഇത്തിരി പ്രായം ചെന്നവരൊക്കെ ഉണ്ടാവും, ഇവളെന്തൊരു ഇവളെന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും കൂടെ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഇന്നലെ അധികം തിരക്കില്ല. ജ്യോതി, അതാണ് ഞാനിവിടെ എന്റെ കഥനകഥ പറയുമ്പോ ജ്യോതി അവിടെ വേറെ വിശേഷം പറയുന്നു. ടീച്ചർ പറയും. അത് തന്നെ. എനിക്ക് അന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ മക്കളൊക്കെ ചെയ്യപ്പത് കണ്ടില്ലേ. ഇപ്പൊ നമ്മൾ ന്യൂ ജനറേഷൻ അമ്മമാരും അച്ഛന്മാരും ആവുമ്പോഴേ മക്കളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും. പക്ഷെ നമ്മുടെ ഒന്നും കാലഘട്ടത്തില് അതൊന്നുമില്ല. അത് മാത്രമല്ല, എനിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു തോന്നലൊക്കെ തന്നെ. നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടായില്ല? ഇപ്പൊ ആര് സ്റ്റേജിൽ കയറ്റുന്ന മോളെ, പ്രായം കുറയായില്ലേ. ഇപ്പൊ ആര് സ്റ്റേജിൽ കയറ്റുന്നു, പ്രായം കഴിഞ്ഞില്ലേ. 1ാം ക്ലാസ് മുതല് കേട്ടണില്ലാന്നോ? 10ാം ക്ലാസ് വരെ. പിന്നെ പഠിച്ചിട്ടുണ്ടോ? കേറിയിട്ടില്ല, കേറാൻ പറ്റില്ല. കേറിയിട്ടില്ല. എന്താ കേറാൻ പറ്റത്തിന്റെ കാര്യം? കേട്ടില്ല. എന്താ കേറാൻ പറ്റില്ല എന്ന് പറഞ്ഞ? നമുക്ക് കേറാൻ പറ്റില്ല. കാരണം നമുക്ക് പാട്ടറിയില്ല, അഭിനയിക്കാൻ അറിയില്ല. ഒരു കലകളായിട്ട് നമുക്ക് ആകെ സ്പോർട്സിൽ മാത്രമേ ഞാൻ കുറച്ച് ഇതുണ്ട്. പ്ലസ് ടു ആയ സമയത്ത് പ്രിൻസിപ്പൾ തന്നെ ഇവിടെ കളിക്കുന്ന കാണാനാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവര് അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ ലൈഫൊക്കെ. ഇപ്പൊ പിന്നെ മാറി. ഇന്ന് ഞാൻ എൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്തല്ലേ, ക്ലാസ് ടൈമില് സെയിം ഇതുപോലത്തെ ഒരു ടോപ്പിക് എൻ്റെ ഒരു സ്റ്റുഡന്റ് സംസാരിച്ചു. ലൈക്ക് അവൻ പറയാണ്, ഗവൺമെന്റ് സ്കൂളിലൊക്കെ പണ്ടത്തെ ഒരു സിസ്റ്റം, കുറച്ച് പഠിക്കാത്ത പിള്ളേരുടെ അടുത്തൊക്കെ ടീച്ചേഴ്സ് പറയത്ര, നീ ഇനി വരണ്ട, നീ എക്സാമിന് വന്നാൽ മതി, നീ സ്കൂളിലേക്ക് വരണ്ട, എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ തളർത്തുമായിരുന്നു അത്രേ. അപ്പൊ അതിന്റെ ഒരു സങ്കടം. അത് ശരിയാണ്. അത് ശരിയാണ്. എന്റെ ബ്രദർ അങ്ങനെ സ്കൂൾ നിർത്തിയതാണ് 8ാം ക്ലാസ്സില്. അങ്ങനെ ടീച്ചർ പറഞ്ഞു പറഞ്ഞിട്ട്. അത് തന്നെ ഇവനും പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അവൻ പറയാണ്, സ്കൂളിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു, എന്നെ ആകെ തളർത്തി കളഞ്ഞു. പിന്നെ സെന്റ് ഓഫ് വെച്ചപ്പോൾ പോലും എൻ്റെ അടുത്ത് സെന്റ് ഓഫിന് പോലും വരരുത് എന്ന് പറഞ്ഞു. അവനോട് മാത്രമല്ല, കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനോട്. എന്നിട്ട് അവൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ വലിഞ്ഞു കയറി ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടി പോയി. വലിഞ്ഞു കയറി പോയി. പക്ഷെ എന്താ ഉണ്ടായേ, ടീച്ചർ ചോദിച്ചു, നിങ്ങളോടല്ലേ പറഞ്ഞു വരണ്ടാന്ന്, പിന്നെ എന്തിനാ വന്നേന്നൊക്കെ ചോദിച്ചു അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ ചേട്ടൻ കഥ പറയുകയാണ്, ഇന്ന് ആ ടീച്ചർ അവന്റെ വീട്ടില് റെന്റിന്, അവർക്ക് വീടൊക്കെ ഉണ്ട്, റെന്റിന് താമസിക്കുവാണ് ആ ടീച്ചർ എന്നും. അപ്പൊ ഇപ്പൊ ആ ടീച്ചർക്ക് എല്ലാത്തിനും ഞാൻ വേണം, കടയിൽ പോവാന് അല്ലെങ്കിൽ ഒന്ന് അവരുടെ കാർ എടുക്കാന് ഒക്കെ ഞാൻ വേണം. ഇപ്പൊ ടീച്ചർക്ക് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ ടീച്ചർക്ക് അന്ന് അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അന്ന് അങ്ങനെ പറഞ്ഞു, ഒന്നും ഇപ്പൊ ഓർമ്മയില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞു. അപ്പൊ അതല്ലേ ലൈഫ്. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്കൂള് നിർത്തി പിന്നെ പഞ്ചായത്തിന്റെ ഇതില് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് SLC ചെയ്ത് 8ാം ക്ലാസ് സ്കൂള് നിർത്തി. അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് അങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ, സ്കൂളുകളിൽ നിന്നും ഫാമിലിയിൽ നിന്നും. ഇത്തരം അപമാനങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതായത് നമ്മൾ ഭംഗിയില്ല, ഫെയർ അല്ല, മെലിഞ്ഞിട്ടാണ്, കറുത്തിട്ടാണ്, തടിച്ചിട്ടാണ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ നല്ല അനുഭവിച്ചിട്ടുണ്ട്, തടി ഇല്ലാത്തോണ്ട്. അത് തന്നെ, തടിയില്ലാത്തോണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും
ഒക്കെ ഫുൾ തടി ഇല്ലാതിന്റെ പ്രശ്നം. ഇപ്പൊ പിന്നെ ടീച്ചറെ അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മറ്റു കുറവുകൾ കൊണ്ട് നമ്മളതൊക്കെ നികത്തി. ആഹാ ആ, മറ്റ് ഇപ്പൊ മറ്റ് പിന്നെ നമ്മുടെ അതൊക്കെ കഴിവുകൾ കൊണ്ട് നമ്മൾ അതാ നഷ്ടങ്ങളെയൊക്കെ അങ്ങ് നികത്തി അല്ലേ. അത് ശരി. അല്ലാത്തവർക്ക് ജീവിക്കാൻ കഴിയില്ല കേട്ടോ, അതും കൂടെ ഒരു സത്യമാണ്. പക്ഷെ ആ ടീച്ചർ കുറവുകൾ പറഞ്ഞല്ലോ പഴയത് സ്റ്റേജിൽ കയറാൻ നമുക്കൊരു കോംപ്ലക്സ് ആയിരുന്നു. അന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഭംഗി വെച്ച് നോക്കുമ്പോ ഡാൻസ്, ഒപ്പന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമായിരുന്നു. അല്ലാതെ നമ്മൾ സ്റ്റേജ് കൈ അടക്കി കഴിഞ്ഞാൽ എങ്ങനെയായാലും നമ്മളെ ശ്രദ്ധിക്കും ആൾക്കാർ. അത് അനുഭവം ശരിയാ. കൊണ്ട് പക്ഷെ ഒരു ഡാൻസിന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒരു ഡാൻസിന് വേണ്ടത് അത്യാവശ്യം ശരീര വടിവും ഭംഗിയും ഒക്കെ വളരെ നിർബന്ധമാണ് ഡാൻസ് കളിക്കാൻ അല്ലെ. ആ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ കിട്ടേണ്ട ശാരീരിക ഭംഗി, കുറച്ചൊരു ഭംഗി വേണം ഡാൻസിന് അല്ലെ. ബാക്കിയുള്ളതൊക്കെ ഭംഗി പോട്ടെ. ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമുക്കുള്ളത് വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഈ ഒരു സ്പിരിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ നമ്മൾ തോറ്റുപോകും. ആരാധന തോറ്റ പോലെ. അപ്പൊ എങ്ങനെയാ ആരാധന തോറ്റെന്ന് നമുക്ക് നോക്കാം. അതല്ലേ ടീച്ചറെ? ഓക്കെ മാം. ആരൊന്നും മിണ്ടണില്ല. ഓക്കെ മാം. വൺ മിനിറ്റ്. ആകെ സീനായല്ലോ, എനിക്ക് ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഷോ ഹോസ്റ്റിന് മാത്രമേ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്താ പണിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അവരെല്ലാം ഞാനാ കാണിച്ചിരിക്കുന്നത്. ലാപ്ടോപ്പ് ഇടാ ഓണാണ്, പക്ഷെ എന്റെ അത് എന്താ പറയാ, മറ്റേ സംഭവം ഓണാവുന്നില്ല. എന്നതാ ഓണാക്കേണ്ട? പണിപാളിയല്ലോ കുട്ടികളെ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. എങ്ങനെയാ അത് ഓണാക്കാൻ പറ്റുന്നത്? ആരാണ് പാട്ടൊക്കെ ഇടുന്നത്? മനുഷ്യൻ ഇവിടെ ഡാൻസ് കളിക്കാൻ. ടീച്ചർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നൗ ഐ ക്യാൻ ഷെയർ. അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അതൊന്ന് പഠിക്കുക. എവിടെയാ അത് നിങ്ങളുടെ ഗ്രൂപ്പ് അല്ലേ? എവിടെയാ നിങ്ങളുടെ സാർ? ചാപ്റ്റർ നമ്പർ 16 കേട്ടോ. ഞാൻ വേറൊരു കാര്യം ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്കും ഈസി ആയിട്ട് സ്ക്രീൻ കാണാം. ചാപ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? Yes ma'am. യെസ് മാം. Yes ma'am. Okay, I must know the truth. I must know the truth. എനിക്ക് സത്യം അറിയണം. That is the theme. ഇനി നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യണം. കഥയിലേക്ക് പോവുകയാണ്. ഇതുവരെ നമ്മൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ റീഡിംഗ് സെക്ഷൻ ഒക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ റീഡിംഗ് അല്ല, ഇത് റീഡിംഗ് അല്ല, ഇതൊരു സ്റ്റോറിയാണ്. ഇതിനകത്തൊരു കഥയുണ്ട്. ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിൽ ഒന്നാണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മള് വേണ്ടത്ര രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച തീമുകൾ ഉണ്ടല്ലോ, ഡാൻസ് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്നത്, ആ സമയത്തൊക്കെ ഞാനും നിങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്കുണ്ടായ കോംപ്ലക്സ്, നമ്മളുടെ വീട്ടുകാരിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അപമാനം, അതായത് നീ സ്കൂളിലേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻസൾട്ടഡ് ആയ സിറ്റുവേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. സുലു ഒരു ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്താക്കി, കഥയിലേക്ക് കൊണ്ടുപോയി. സെയിം അതേ തീമാണ് ഇന്നത്തെ സ്റ്റോറിക്ക്. ഞാൻ ഇത് എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പൊ അതിനുള്ള വക സുലു എന്നെ ഇട്ട് തന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് എത്താൻ പറ്റി. അപ്പൊ ഒരു സ്റ്റേജിൽ എന്താണ് സംഭവിച്ചത്, ആരാധനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയാലോ? ആയിക്കോട്ടെ. Okay. A dance by Aradhana is the inaugural item of the annual dance show of a music school. Aradhana is a good dancer and she should be happy and excited, but she is upset. Let's find out the reason. ആരാധന എന്ന് പറയുന്ന ഒരു മ്യൂസിക് സ്കൂളിന്റെ
ആനുവൽ ഫംഗ്ഷനിൽ ഇനാഗുറൽ ഐറ്റം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനാഗുറൽ ഐറ്റം കണ്ടക്ട് ചെയ്യുന്നത് ഡാൻസറായ ആരാധനയാണ് കേട്ടോ. ഒരു മ്യൂസിക് സ്കൂളിന്റെ ആനുവൽ ഡേ ആണ്. ആനുവൽ ഡേന്റെ ഇനാഗുറൽ സെഷൻ ആണ്. അതായത് ഫസ്റ്റ് ഐറ്റം വെൽക്കം ഡാൻസ് ചെയ്യുന്നത് നമ്മുടെ ആരാധന എന്ന് പറയുന്ന മോളാണ്. ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. അവൾ നല്ല അടിപൊളി ഡാൻസർ ആണ്. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് ഇനാഗുറൽ സെഷൻ ഒക്കെ കിട്ടിയിട്ടുള്ളത് അല്ലെ. ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഡാൻസ് കളിക്കാനല്ല, ഇനാഗുറൽ സെഷൻ ആണ് അവൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഷീ ഈസ് എ ഗുഡ് ഡാൻസർ. അപ്പൊ എന്താണ്, ഷീ ഷുഡ് ബി ഹാപ്പി. ഹാപ്പി. യെസ് ആ പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ട്. 15ാമത്തെ ചാപ്റ്റർ എടുത്തിരുന്നോ? ഇല്ല, അതായത് റീഡിംഗ് സെക്ഷൻ ആണ്. അതുകൊണ്ടാണ് 16ലേക്ക് പോയത്. അതായത് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് 16th മുതൽ 16, 17, 18 ചാപ്റ്ററുകൾ. അത് റീഡിംഗ് സെഷൻ. ഇതുവരെ റീഡിംഗ് സെഷൻ ആയിരുന്നു. ഞാൻ വെറുതെ വായിച്ച് കഥ മാത്രം പറഞ്ഞു തന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുനിന്ന് ഉള്ളുന്ന ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ? അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. മ്യൂട്ട് ചെയ്തോളൂ, സംസാരിക്കണ്ട, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ആരാധന ഈസ് എ ഗുഡ് ഡാൻസർ. ആരാധന നല്ല ഡാൻസർ ആണ്. ആൻഡ് ഷീ ഷുഡ് ബി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അതുകൊണ്ട് തന്നെ അവളാണ് ഇനാഗുറൽ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഷീ ഷുഡ് ബി ഹാപ്പി. അവള് സന്തോഷവതി ആയിരിക്കണം. ആൻഡ് എക്സൈറ്റഡും ആയിരിക്കണം. അവൾക്ക് നല്ല ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. ബട്ട് ഷീസ് അപ്സെറ്റ്. അവൾ വല്ലാണ്ട് അപ്സെറ്റ് ആണ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ റീസൺ. നമുക്ക് നോക്കാം എന്താണ് അവളുടെ ടെൻഷന്റെ കാരണം, അപ്സെറ്റ് ആവുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. തുടങ്ങല്ലേ? Okay. Shortly before the annual dance show of the Kamala Devi School of Dance and Music commenced, I slipped backstage once more and hugged her. See what you have done, wailed my sister. You have crushed the flowers in my hair. She patted her hair back into the place and arranged the plaits of her Bharatanatyam dress. Her dress എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ her means ആരാധന. Okay. Shortly before the annual dance show, Kamala Devi School of Dance and Music. Okay. സ്കൂളിന്റെ പേര്, സ്ഥാപനത്തിന്റെ പേര് കമല ദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് തുടങ്ങുകയാണ്. ഓക്കെ. അവിടെ അതിലെ ആനുവൽ ഡാൻസിന്റെ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ബിഫോർ I slipped backstage. ഞാൻ ഒന്ന് ബാക്കിലേക്ക് നോക്കി. once more and I hugged her. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കി, അവളെ ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് hugged her. അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. See what you have done. നോക്ക്, നീ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്ക്. wailed my sister. എന്റെ സിസ്റ്റർ പറഞ്ഞു, നീ എന്താ ചെയ്തിട്ടുള്ളത് നോക്ക്. You have crushed the flowers in my hair. എന്റെ തലയിലുള്ള പൂവൊക്കെ നീ കേടുവരുത്തി. ഓക്കെ. അതായത് ഈ ഐ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ആളടുത്ത് പറയാണ്, നീ എന്റെ മുടിയിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ കേടുവരുത്തിയില്ലേ. ഓക്കെ. ഷീ പാറ്റഡ് ഹെർ ബാക്ക് ഹെയർ ബാക്ക് ഇൻ ടു പ്ലേസ് ആൻഡ് അറേഞ്ച്ഡ്. അതായത് മുടി ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ടു, എന്നിട്ട് എന്താണ് ഭരതനാട്യം ഡ്രസ്സിന്റെ പ്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അതായത് അവളുടെ കോസ്റ്റ്യൂം ശരിയാക്കിക്കൊണ്ടിരുന്നു. അവള് സ്റ്റേജിലേക്ക് കയറാൻ പോവാണ്. ഷീ ഈസ് ഗെറ്റിംഗ് ഓൺ ടു ദ സ്റ്റേജ് ഫോർ ദ ആനുവൽ ഇനാഗുറൽ ഡാൻസ്. അപ്പൊ ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവള് പറയണ, അയ്യോ എന്റെ മുടിയൊക്കെ കേടുവരുത്തി, എന്ത് പണിയാ നീ കാണിക്കുന്നത്. അതായത് അതിനകത്തുനിന്ന് അവളുടെ ഒരു ടെൻഷനും അപ്സെറ്റും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവളുടെ മുഖത്തുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ നിന്നും കാണാൻ പറ്റുന്നത്. ഓ യു ലുക്ക് ഗ്രേറ്റ് ഐ ടോൾഡ് ഹർ. ഞാൻ അവളോട് പറഞ്ഞു, ഏയ് നീ അടിപൊളിയായിട്ടുണ്ട്, നിന്നെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇൻ ഫാക്ട് യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ എന്താന്ന് വെച്ചാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ബിലീവ് മീ. എന്റെ സിസ്റ്റർ, അതായത് അവളെ സിസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്. നീ പിന്നെ മൈ സിസ്റ്റർ നോട്ട് ബിലീവ് മീ. ഷീ ടേൺ ടുവേർഡ്സ് ദ മിറർ ആൻഡ് സ്റ്റെയർഡ് അറ്റ് ഹെർസെൽഫ്. അവർ ഐസ് മെറ്റ്. അതായത് ഈ സിസ്റ്റർ പറയാണ്, ഹലോ 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 സ്പീക്കർ ഓഫ് ചെയ്യൂ.
ആരാ ഓൺ ചെയ്തിട്ടുള്ളത്? പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ സ്പീക്കർ. ഇതിനാണ് ആവശ്യമില്ലാണ്ട് നിങ്ങൾ സ്പീക്കറിൽ കളിക്കുന്നത്. സിസ്റ്റർ പറയാണ്, ഞാൻ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം സിസ്റ്റർ പറയാണ് ജസ്റ്റ് പിന്നെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ ആരാധന ഈസ് നോട്ട് റെഡി ടു ബിലീവ് ഇറ്റ്. വിശ്വസിക്കാൻ തയ്യാറല്ല. ഷീ ടേൺ ടുവേർഡ്സ് ദ മിറർ. കണ്ണാടിന്റെ മുമ്പിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവളെ തന്നെ അങ്ങനെ തുറച്ചു നോക്കുകയാണ്. ആ സമയത്ത് അവർ ഐസ് മെറ്റ്, ഞങ്ങളുടെ കണ്ണുകൾ ഉടക്കി. ഞങ്ങൾ മീൻസ് ഈ സിസ്റ്ററും അതുപോലെ ആരാധനയും. യു ആർ ബ്യൂട്ടിഫുൾ വിസ്പേർഡ് മൈ സിസ്റ്റർ. എന്റെ സിസ്റ്റർ പറയുന്നത് നിന്നെ കാണാൻ ഭംഗിയുണ്ട്, എന്താണ് പ്രശ്നം? യു ആർ ബ്യൂട്ടിഫുൾ ഈവൻ വിതൗട്ട് ദ ഫ്ലവേഴ്സ് ഓർണമെന്റ്സ് ആൻഡ് ഓൾ ദീസ്. ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് വരരുത്, നന്നായിട്ട് ശ്രദ്ധിക്കണം. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് എന്റെ സിസ്റ്റർ പറഞ്ഞു. ആൻഡ് ഷീ ബ്രഷ്ഡ് ഡൗൺ ഹെർ സിൽക്കൻ ഡ്രസ് ഇങ്ങനെ ബ്രഷ്ഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വടിച്ചെടുക്കില്ലേ നമ്മളിങ്ങനെ കൈകൊണ്ട്. ഈ ലേഡീസിന് മനസ്സിലാവും, സാരി ഒക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പ്ലീറ്റ് ശരിയാവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ബ്രഷ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കും. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. യു ആർ സോ. വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്നെ കാണാൻ. അപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. I know what she was going to say. എനിക്കറിയാം അവൾ എന്താ പറയാൻ പോകുന്നത് എന്ന്. ആരാ ഇത് പറഞ്ഞത്? ആരാധന പറയാണ്. എനിക്കറിയാം എന്താണ് അവൾ പറയാൻ പോകുന്നത്. ഫെയർ ഫെയർ അതല്ലേ? എന്നെ കാണാൻ നല്ല ഫെയർ ആണ്, ഫെയർ ആണ്, ഇതല്ലേ ഇപ്പൊ പറയാൻ പോകുന്നത്. ഐ ഫെൽറ്റ് ആങ്കർ റൈസ് ഇൻസൈഡ് മീ. എനിക്ക് ദേഷ്യമാണ് വന്നത്. ഇത് കേട്ടിട്ട് എനിക്ക് ദേഷ്യമാണ് വന്നത്. ഫെയർ, as if that was all that mattered more than a good figure, a chaste face, more than the beauty that lies within. Okay, അവള് പറയാണ് എനിക്കറിയാം നിങ്ങൾ പറയാൻ പോകുന്നത് ഞാൻ ഫെയർ ആണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഐ ഫെൽറ്റ് ആങ്കർ റൈസ് ഇൻ മൈ ഇൻസൈഡ് മീ. എന്റെ മനസ്സിൽ ദേഷ്യം വരിക ചെയ്തത്. ഓക്കെ, ഫെയർ ഭംഗി. as if that was all that, അതാണ് വലിയ കാര്യം. as if that was all that mattered, അതാണ് ഇപ്പൊ വലിയ കാര്യം എന്നുള്ള പോലെയാണ് നിങ്ങൾ എല്ലാവരും ഫെയർ ഫെയർ എന്ന് പറയുന്നത്. മോർ ദാൻ എ ഗുഡ് ഫിഗർ, നല്ല ഫിഗർ അല്ല നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നല്ല ചേസ്റ്റഡ് ഫേസ് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഫേസ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. മോർ ദാൻ ദ ബ്യൂട്ടി ദാറ്റ് ലേസ് വിത്തിൻ, ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഭംഗിയല്ല നിങ്ങൾക്ക് വേണ്ടത്, പകരം ഫെയർ. ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആൾക്കാണ് നല്ല ഫെയർ ആണെന്ന് പറയും. നമ്മൾ ആരെ കുറിച്ച് അങ്ങനെ പറയാ? കുറച്ച് വെളുത്ത കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറയാ അല്ലെ? അല്ലെ? നല്ല ഫെയർ ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? നമ്മൾ ആരെ കുറിച്ചാ പറയാറ് സാധാരണ? കുറച്ച് നിറമുള്ള വെളുത്ത കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറയാ. അവള് നല്ല ഭംഗിയുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? എപ്പോഴെങ്കിലും കറുത്ത കുട്ടികളെ അല്ലെങ്കിൽ കുറച്ച് ഇരുനിറമുള്ളവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവള് നല്ല ഫെയർ ആണെന്ന്? ഇല്ല, നല്ല നിറമുള്ളവരെയാണ് ഈ ഫെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആരാധനയുടെ പ്രശ്നം എന്താന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവണം. എന്താന്നറിയോ? ഷീ ഈസ് നോട്ട് ദാറ്റ് മച്ച് ഫെയർ. അവൾ അത്രക്ക് അങ്ങോട്ട് നിറമില്ല, മനസ്സിലായോ? പക്ഷെ എന്താണ്, അവൾക്ക് നല്ല ശരീര ആകാര വടിവുണ്ട്, അതായത് നല്ല ഫിഗർ ഉണ്ട്, നല്ല ഭംഗിയുള്ള മുഖമൊക്കെ ഉണ്ട്, പിന്നെ അവളുടെ മനസ്സിൽ ഒരു ബ്യൂട്ടി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്കറിയാം നിങ്ങളെയൊക്കെ എല്ലാവർക്കും ഫെയർ ആണ് വേണ്ടത് എന്നുള്ളത്. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെങ്കിലും എനിക്കറിയാം നിങ്ങൾ പറയുന്നതിന്റെ മീനിങ് എന്താണ് എന്ന്. അതാണ് ആരാധന പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആരാധന ഇത്തിരി അപ്സെറ്റ് ആവുന്നത്. I knew I wasn't as beautiful as she was, with her fine, regular features, and I wasn't even half as talented as her. How did it matter if she was darker than me? അവൾ എന്നെക്കാട്ടിലും കറുപ്പാണെന്നുണ്ടെങ്കിലും, അതായത് ഈ ഞാൻ എന്ന് പറയുന്നത് റൈറ്റർ ആണ് കേട്ടോ. എനിക്കറിയാം അവൾ എന്റെ അത്രയ്ക്ക് ഭംഗിയില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പിന്നെ ഐ വാസന്റ് ഈവൻ ഹാഫ് ആസ് ടാലന്റഡ് ആസ് ഹെർ. അല്ല, അങ്ങനെയല്ല കേട്ടോ. ഐ ന്യൂ, എനിക്കറിയാം. ഐ വാസന്റ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഷീ വാസ്. അവളുടെ അത്രയും ഭംഗി എനിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ അവളുടെ അത്രയും ടാലന്റ് എനിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഓക്കെ,
How did it matter if she was darker than me? അവൾ എന്നെക്കാട്ടിലും കറുപ്പാണ്, അതുകൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? അവൾ ഇത്തിരി കറുപ്പാണ് എന്നുണ്ടെങ്കിലും എന്താ ഇപ്പൊ അതുകൊണ്ടൊരു പ്രശ്നം എന്നാണ് നമ്മുടെ എഴുത്തുകാരി ചോദിക്കുന്നത്. ഈ കളറിന് എന്തിരിക്കുന്നു? എന്തിനാണ് അവളെ ഫെയർ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നത് എന്നുള്ളതാണ് ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ലുക്ക്, I said, you are great and beautiful. You will prove it today. നോക്ക്, എനിക്കറിയാം നീ ഭയങ്കര ഭംഗിയുള്ള കുട്ടിയാണ്, അത് നീ ഇന്നിവിടെ തെളിയിക്കാൻ പോവാണ് എന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. ആരാധന സ്മൈൽഡ് ആൻഡ് സെഡ്, ചിരിച്ചിട്ട് പറഞ്ഞു, യു ബെറ്റർ ലീവ് നൗ സിമി, കീപ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇപ്പോഴാണ് നമുക്ക് ഐ എന്നുള്ള ആളുടെ പേര് കിട്ടുന്നത്. സിമി അവളുടെ ഒരു റിലേറ്റീവ് ആണ്. ഈ സിമിയാണ് പറയുന്നത് അവളോട് ട്ടോ. ഇതുവരെ നമ്മൾ ഐ എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളൊരു കഥാപാത്രത്തിന്റെ പേര് മനസ്സിലാക്കുന്നത്, സിമി. സിമി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ പറയണ സിമിയാണോ? അതെ അതെ അതെ. അപ്പൊ ഈ സിമി അവളെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ നല്ല ഫെയർ ആണ്, നീ ഭംഗിയുണ്ട്, നിനക്ക് നല്ല കഴിവുണ്ട്, അതിപ്പോ നീ സ്റ്റേജിൽ കാണിക്കാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ നിനക്കാണ് ആനുവൽ ഡേന്റെ ഇനാഗുറൽ സെഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അപ്പൊ നീ ഇന്ന് ഇവിടെ തെളിയിക്കാൻ പോവാണ് നീ ഭയങ്കര ഫെയർ ആണ്, ഭംഗിയുണ്ട് എന്നുള്ളത്. സിമി അവളുടെ സിസ്റ്റർ ആണ്. പക്ഷെ സിമി ഉള്ളിൽ പറയുന്നുണ്ട്, എനിക്കറിയാം അവള് എന്റെ അത്രയും എന്താണ്, അവൾ എന്നെക്കാട്ടിൽ ഇത്തിരി കറുപ്പാണെന്നേ ഉള്ളൂ, ഭംഗിയും അതുപോലെ തന്നെ ടാലന്റ് ഒക്കെ അവൾക്കാണ് കൂടുതൽ. പിന്നെ എന്തിനാണ് അവളെ ഇങ്ങനെ ഡാർക്ക് ആണെന്ന് പറഞ്ഞിട്ട് സമൂഹം അല്ലെങ്കിൽ കൂടെയുള്ളവർ സങ്കടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് സിമി നമ്മളോടും ചോദിക്കുന്നത്. അതായത് ഒരു ബോഡി ഷേമിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. As I turned to leave, I saw Dadima and Aunt Pramila making their way through the crowd of excited girls. നല്ല ചിൽഡ് ആയിട്ടുള്ള കുറച്ച് ഗേൾസിന്റെ ഇടയിലൂടെ, അതായത് ഒരു പ്രോഗ്രാം നടക്കുകയാണല്ലോ, അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുറച്ച് ഗേൾസിന്റെ ഇടയിലൂടെ ഡാഡിമയും ആന്റി പ്രമീലയും അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. ഞാൻ അവളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോവാൻ വേണ്ടി നിന്നപ്പോ ഇവർ രണ്ടുപേരും നടന്നു വരുന്നത് കണ്ടു. ഈ ആന്റി പ്രമീല എന്ന് പറയുന്നത് ഒരു ആന്റിയാണ്. ഈ ആന്റിമാരുടെ സ്വഭാവം നമുക്കറിയാലോ അല്ലെ, പലപ്പോഴും ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്ന ആളുകളായിരിക്കും പല വീട്ടിലെയും ആന്റിമാര്. ചിലപ്പോഴൊക്കെ ചില ആന്റിമാരൊക്കെ നല്ലതുമായിരിക്കും, എന്നാലും പൊതുവെ ആന്റിമാരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ശരിയാണല്ലോ? എന്തായാലും നമ്മുടെ ആന്റി അങ്ങനത്തെ ഒരു ആന്റിയാണ്. ഓക്കെ, Aunt Pramila, അയ്യോ മ്യൂട്ട് ചെയ്യുമോ പ്ലീസ്? Aunt Pramila, my sister rolled up her eyes in mock horror. അയ്യോ ആന്റിയോ, പ്രമീല ആന്റിയോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ തലപൊക്കി. If it isn't a bad omen, come on ആരാധന. ആയിക്കോട്ടെ, അവര് വന്നോട്ടെ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? ആരാധന പ്ലീസ് കം ഓൺ. I chuckled, don't be mean, smile, smile. Bharatanatyam, smile. That shouldn't be difficult for you. ഈ സിമി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആരാധന പ്രമീലാന്റിനെ കേട്ടു, അയ്യോ പ്രമീലാന്റി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോ സിമി പറയണ, നീ എന്തിനാ അതൊക്കെ നോക്കുന്നത്? കമോൺ ആരാധന, കീപ് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ലൈക്ക് ഭരതനാട്യം സ്റ്റൈൽ. ഭരതനാട്യം സ്റ്റൈലിൽ നീ ചിരിക്കി, നിന്നെ കൊണ്ട് അത് പറ്റും, നിനക്കത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് സിമി കട്ടയ്ക്ക് നിന്ന് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. My grandmother, who suffered from rheumatism, waddled towards my sister. My mother appeared from behind her and said in her ambassador voice, look who are here to wish you Aradhana. Okay, അത്രയും മതി, നോക്കാം. ഈ ഗ്രാൻഡ്മദറിന് എന്താ അസുഖം ഉണ്ടെന്നാ പറഞ്ഞ? റുമാറ്റിസം. റുമാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? വാദം. അതെ അതെ അതെ, ഗ്രാൻഡ് മദർ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം പ്രായം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഗ്രാൻഡ് മദറിന് എന്തിന്റെ അസുഖമുണ്ട്? വാദത്തിന്റെ അസുഖമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രാൻഡ് മദർ എന്റെ സിസ്റ്ററിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരണം. ആരാണ് സിസ്റ്റർ? ആരാധന. ഓക്കെ, മൈ മദർ അപ്പിയർഡ് ഫ്രം ബിഹൈൻഡ് ഹർ. അതിന്റെ ബാക്കിൽ ആരുണ്ട്? ഞങ്ങളുടെ അമ്മയുണ്ട്. ഓക്കെ, ഒരു അംബാസിഡർ വോയിസിൽ, അതായത് ഒരു അധികാരിയുടെ വോയിസിൽ എന്റെ അമ്മ പറയാണ്, നോക്ക് ആരാ നിന്റെ വിഷയം വന്നിട്ടുള്ളത് നോക്ക്. ആരാധന,
നോക്ക് ആരാ വന്നിട്ടുള്ളത് നോക്ക്. She gave sister one of her best smile. അവൾ അവളുടെ സിസ്റ്റർ മുഖത്ത് നോക്കിയിട്ടൊന്നും ഇങ്ങനെ ചിരിച്ചു. My mother looks 10 years younger when she smiles. എന്റെ അമ്മയ്ക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നി ചിരിച്ചപ്പോ. She adjusted Aradhana's blouse and patted her on the shoulder. എന്താണ് ഇങ്ങനെ ബ്ലൗസ് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അവളുടെ പുറത്തൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്തു. ഗ്രാൻഡ് ഫാദർ വാസ് കം ടു. ഗ്രാൻഡ് ഫാദറും വന്നിട്ടുണ്ട് പ്രോഗ്രാംസ് കാണാന്. ഗ്രാൻഡ് മദർ മാത്രമല്ല, ഗ്രാൻഡ് ഫാദറും വന്നിട്ടുണ്ട്. ഹി ഈസ് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് റോ. ഗ്രാൻഡ് ഫാദർ എവിടെ ഇരിക്കുന്നത്? ഫ്രണ്ട് റോയില് തന്നെ ഇരിക്കുന്നുണ്ട് പ്രോഗ്രാം കാണാൻ. സോ ഹാസ് യുവർ ഫാദർ, ഹൗ ഫോർഗെറ്റ്ഫുൾ ഓഫ് മീ. അയ്യോ, ഞാൻ മറന്നുപോയി, നിന്റെ ഫാദറും അവിടെയുണ്ട്. She held my sister at arm's length and said gently, "We are so proud of you, Aradhana, my dear, that you have been selected to inaugurate the annual show of your school. Father and I have something very special for you on this important event. We wanted to give it to you on your 18th birthday next month, but we thought today was a more appreciate occasion. We want you to wear it today." She turned to me and said, "Ransome, get it from father." Okay. എന്താ സംഭവിച്ചത്? ഞാൻ മറന്നുപോയി, ഫാദറും അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറയാണ്, ആരാധന, ഞങ്ങൾ നിന്നെ കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് പ്രൗഡാണ്, ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. കാരണം നീ ആണല്ലോ ഇനാഗുറേറ്റ് ചെയ്യുന്ന സെഷനിലെ ഫസ്റ്റ് നിന്റെ ഡാൻസ് ആണല്ലോ. അപ്പോ ഞാനും ഫാദറും കൂടെ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിത്തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിന്റെ 18ാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിത്തരാന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തോന്നി അതിനെക്കാട്ടിലും അപ്രോപ്രിയേറ്റ് ആയ ഒരു ഒക്കേഷൻ ഇതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് we want you to wear it today. നീ അത് ഇന്ന് ഇട്ട് കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. She turned to me and said. എന്നിട്ട് അമ്മ സിമിയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, "Run സിമി, get it from father." ഫാദറിന്റെ അടുത്ത് പോയിട്ട് അത് എടുത്തിട്ട് വരൂ സിമി എന്ന് അമ്മ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, ma'am. Yes. Okay. What, mummy? Yes. I asked, puzzled. ഞാൻ അങ്ങ് കൺഫ്യൂസ്ഡ് ആയി. puzzled മീൻസ് കൺഫ്യൂസ്ഡ് ആയി പോയി. എന്നിട്ട് ഞാൻ ചോദിച്ചു, "What, mummy? എന്താ മമ്മി? എന്താ ഞാൻ എടുത്തിട്ട് വരണ്ടേ? What have you brought for ആരാധന? നിങ്ങൾ എന്താ ആരാധനയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത്?" "Never mind, my mother said." "ഓ, അത് നീ അറിയേണ്ട ആവശ്യമില്ല. I will get it myself. Leave it. ഞാൻ തന്നെ പോയി എടുത്തോളാം. You help grandmother and aunt Pramila back to their seat." നീ എന്ത് ചെയ്യേ, ഗ്രാൻഡ് മദറിനെയും പ്രമീല ആന്റിനെയും സീറ്റിലേക്ക് കൊണ്ടിരുത്ത് എന്ന് പറഞ്ഞു. അമ്മ സിമീനോട് പറഞ്ഞു, "നീ നോക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു." "Move back," protested grandma. ഗ്രാൻഡ്മ എല്ലാവരുടെ അടുത്തൊന്നും ബാക്കിലേക്ക് മാറി നിന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീക്കി അവിടെയുള്ള ജനക്കൂട്ടത്തെ ആളുകളെയൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വരികയാണ്. "I haven't even had time to look at ആരാധന properly." എനിക്ക് ആരാധനയെ ഒന്ന് ശരിക്കും കാണാൻ പോലും സമയം കിട്ടിയില്ല, എല്ലാവരും ഒന്ന് മാറി നിന്നേ എന്ന് പറഞ്ഞു. "I haven't exchanged a single word with her." ഞാൻ അവളോട് ഒന്നും ഇതുവരെയായിട്ട് സംസാരിച്ചിട്ടുമില്ല. "Let me look at your child." ഞാൻ എന്റെ കുട്ടീനെ ഒന്ന് കാണട്ടെ. She regarded my sister tenderly. "You look wonderful, and what a good figure you have. Don't neglect it, dear, like I did." Okay. ഗ്രാൻഡ്മ പറയാണ്, നീ എന്ത് ഭംഗിയാ നിന്നെ കാണാന്, അത് നീ മറന്നു പോവരുത്, എന്ത് സൂപ്പർ ആയിട്ട് നീ ഡ്രസ്സൊക്കെ മാറിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. എന്റെ വാക്കുകളെ നീ അവഗണിക്കരുത്, അതായത് ഞാൻ പറഞ്ഞൊക്കെ നിന്റെ മനസ്സിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. ഈ മുത്തശ്ശിമാർ അങ്ങനെയാണല്ലോ പറയാ. ഓക്കെ. "No," ആരാധന സ്മൈൽഡ് പൊളൈറ്റ്ലി. ആരാധന ഗ്രാൻഡ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് അങ്ങനെ ചിരിച്ചു. "You are a real young lady. That's what you are." നീ ശരിക്കും ഒരു യങ് ലേഡി ആയിട്ടുണ്ട് ഇപ്പൊ. "Soon we will have to start looking for a suitable match for you." പെട്ടെന്ന് തന്നെ നിനക്ക് ചേർന്ന ഒരാളെ കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും ഈ അമ്മമ്മമാര് അല്ലെങ്കിൽ പ്രായമായ ആളുകളൊക്കെ പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണ് അത്, അല്ലെ? അവള് വലിയ കുട്ടിയായി, ഇവക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കണം പെട്ടെന്നൊക്കെ, അല്ലേ? ശരിയല്ലേ? അതെ. Okay. "Daddima, please." Aradhana threw an embarrassed glance around her. ഡാഡിമ എന്നാണ് കേട്ടോ ഗ്രാൻഡ്മേനെ വിളിക്കുന്നത്. "ഡാഡിമ, പ്ലീസ്." "ഒന്ന് പോ മുത്തശ്ശി,
എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ കുറച്ച് നാണം കുണുങ്ങിയിട്ട് ഒന്ന് പോ മുത്തശ്ശി, എന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ കേട്ടോ. ടൈം ഈസ് ഫ്ലൈങ്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനാണ് കേട്ടോ ടൈം ഈസ് ഫ്ലൈങ്. സമയം പറന്നുകൊണ്ടിരിക്കുകയാണ് മീൻസ് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈൻഡ് ഗ്രാൻഡ്മ ആൻഡ് ടേണിംഗ് ടു ഓണ്ട് പ്രമീല. എന്നിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ്മ എന്ത് ചെയ്തു, ഗ്രാൻഡ്മ ആന്റിയുടെ അടുത്തേക്ക് ഒന്ന് തിരിഞ്ഞു. എന്നിട്ട് ഷീ ആസ്ക്ഡ്, isn't it Pramila? It certainly is, my aunt nodded. It seems it was just yesterday when Sunita brought her home. How skinny she was, skinny and dark. ഇവിടെയാണ് കേട്ടോ കഥ തിരിയുന്നത്. അതായത് കാലം എത്ര കടന്നുപോയി, സമയം എത്ര പോയി, ഇവിടെ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിച്ച കാലം, എത്ര കാലം കടന്നുപോയി അല്ലേ എന്ന് പറഞ്ഞ് ഗ്രാൻഡ്മ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആന്റിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അപ്പൊ ആന്റി പറയണം ഇറ്റ് സർട്ടൻലി ഈസ്, ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ആന്റി തല ഇങ്ങനെ കുലുക്കി. എന്നിട്ട് പറയണേ ഇറ്റ് സീംസ് ഇറ്റ് വാസ് ജസ്റ്റ് യെസ്റ്റർഡേ, ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. വെൻ സുനിത ബ്രോട്ട് ഹെർ ഹോം. സുനിത എന്ന് പറയുന്നത് നമ്മുടെ ആരാധനയുടെയും സിമിയുടെയും അമ്മ. സുനിത ബ്രോട്ട് ഹെർ ഹോം, സുനിത അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഹൗ സ്കിന്നി ഷി വാസ്, അവൾ എത്ര മെലിഞ്ഞതായിരുന്നു അന്ന്. സ്കിന്നി ആൻഡ് ഡാർക്ക്, എന്താണ് മെലിഞ്ഞതും കറുപ്പുമായിരുന്നു അവള്. ഓക്കെ. ഐ ഗാസ്പ്ഡ് ആൻഡ് സ്റ്റെയർഡ് അഗാസ്റ്റ് അറ്റ് ഓണ്ട് പ്രമീല. ഞാൻ അതൊന്ന് നെട്ടിപ്പോയി. ഞാൻ എന്ത് ചെയ്തു, ആന്റിയിലേക്ക് തന്നെ തറപ്പിച്ചു നോക്കി. ഹൗ ഓൺ എർത്ത് കുഡ് ഷീ സേ സച്ച് ഹേർട്ടിംഗ് വേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ആരാധന. എങ്ങനെയാണ് ആരാധനയുടെ മുന്നിൽ വെച്ച് അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പ്രമീല ആന്റിക്ക് കഴിയുന്നത്? Didn't she know how touchy she was about dark complexion? And why did she have to hang on it today of all days? അതായത് എങ്ങനെയാണ് ഈ പ്രമീല ആന്റിക്ക് ഇന്നത്തെ ദിവസം തന്നെ അവളുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? അവൾ എത്രത്തോളം ഈ ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ള ഒരാളാണ്, ഡാർക്ക് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം സങ്കടപ്പെടുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ആരാണ് പറഞ്ഞത്? ആരാ ചിന്തിക്കുന്നത്? ആരാ അതങ്ങനെ ചിന്തിച്ചത്? സിസ്റ്റർ, അതായത് സിമി. ഓക്കെ. ഹഷ് പ്രമീല, my grandmother's voice had an edge now. Do keep quiet. Grandmother പറയാണ് മിണ്ടാതിരിക്കൂ പ്രമീല. Do keep quiet, മിണ്ടാതിരിക്കൂ. Then seizing Aunt Pramila's elbow, she pulled her away. Okay, അവളിങ്ങനെ എന്താണ് പ്രമീലേനെ പിടിച്ച് വലിച്ചു. Whispering fiercely all the time. എന്നിട്ട് എന്തൊക്കെയോ അങ്ങനെ മുറുമുറുക്കുണ്ടായിരുന്നു. വിസ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ അങ്ങനെ മുറുമുറുക്കുണ്ടായിരുന്നു. I looked at Aradhana. The bruised look in her eyes hurt me immensely. അവളുടെ കണ്ണിലുള്ള ആ ഒരു വിഷമം കണ്ടപ്പോ എനിക്ക് സങ്കടമായി. I groped for her hand and squeezed it. ഞാൻ അവളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, forget her. She is mad and mean and miserable. അത് വിട്ടേക്ക്, അതിന് പ്രാന്താണ്. അങ്ങനെ പറയില്ലേ നമ്മൾ, പോട്ട് അതിന് പ്രാന്താണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. My sister gave a small laugh which sounded more like a cry. എന്റെ സിസ്റ്റർ, അതായത് ആരാധന, ഗേവ് എ സ്മോൾ, എന്റെ മുഖത്തൊക്കെ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരി എന്തായിരുന്നു, കണ്ടപ്പോ എന്തായിട്ടാ തോന്നിയത്? കരച്ചിലായിട്ടാണ് തോന്നിയത്. മനസ്സിലായോ? ഓക്കെ. സ്വാഭാവികമായിട്ടും നമുക്ക് കരച്ചിലായിട്ട് തന്നെയാ തോന്നുക. കാരണം അവൾ എന്താണ് ഉള്ളിൽ കരയുക ചെയ്യുന്നത് അല്ലേ. ഓൾറെഡി അവൾ കറുപ്പാണ് എന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ട്. പിന്നെ അവൾ സ്റ്റേജിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കരച്ചിൽ തന്നെയാണ് വരിക അല്ലെ. സി, ഇതിന് ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോയാലോ? നോക്കാം. ഓക്കെ. ആരാധന ഈസ് ഷോക്ഡ് ആൻഡ് ഷാറ്റേർഡ്. മ്യൂട്ട് ചെയ്യോട്ടോ. ആരാധന ഈസ് ഷോക്ഡ് ആൻഡ് ഷാറ്റേർഡ്. She asked her grandmother to tell her the truth. What is it that Aradhana wants to know? Why does her grandmother not tell the truth? Who does she send for? Okay. ആരാധന ആകെ ഷോക്കായി പോയി.
അവളുടെ ഗ്രാൻഡ് മദറിനോട് അവൾക്ക് സത്യം അറിയണം എന്ന് പറഞ്ഞു. എന്ത് സത്യമാണ് ആരാധനക്ക് അറിയേണ്ടത് നോക്കാം. നമുക്ക് ഈ സെഷനിൽ നമുക്ക് കിട്ടും. എന്തോ ഒരു സത്യം നമുക്ക് ഇവിടുന്ന് കിട്ടാനുണ്ട്. എന്താന്ന് നോക്കാം. I tried to pull her away from the mirror, away from Grandma and Aunt Pramila, whose voice rose aggressively. Of course, she needs to know. See, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ന് പറയുന്നത് സിമിയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു? അവളെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നും അങ്ങോട്ട് മാറ്റി. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാത്രമല്ല, ഗ്രാൻഡ്മയുടെയും ആന്റ് പ്രമീലയുടെയും അടുത്തുനിന്ന് മാറ്റി. അവരൊക്കെ ഒരുമാതിരി അഗ്രസീവ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ അവരുടെ അടുത്തുനിന്ന് മാറ്റി. Come Aradhana, ignore her. വിട്ടേക്ക്, അവരെ മൈൻഡ് ചെയ്യണ്ട. I have told Sunitha time and again. My aunt's voice was low, but now not low enough for us not to catch. She uttered. I told her the other must know the truth. Sooner or later, she must know. See, നമ്മുടെ ആന്റിയുടെ സൗണ്ട്, ആന്റിയും ഗ്രാൻഡ്മയും തമ്മിൽ സംസാരിക്കുകയാണ്. ആന്റിയുടെ സൗണ്ട് കുറച്ച് ലോ ആണെങ്കിൽ പോലും അത് ആർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ആരാധനയ്ക്കും സിമിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. I have told Sunitha time and again. ഞാൻ പലപ്പോഴും സുനിതയോട് പറഞ്ഞിട്ടുണ്ട്. സുനിത എന്ന് പറയുന്നത് ആരാധനയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ആന്റി പറയാണ്, ആന്റിയും ഗ്രാൻഡ്മയും തമ്മിലെ സംഭാഷണമാണ്. ഞാൻ പലപ്പോഴായിട്ട് സുനിതയോട് പറഞ്ഞിട്ടുണ്ട്, an adopted child must know the truth. An adopted child, ദത്തുപുത്രി, adopted child എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ദത്തുപുത്രി must know the truth. An adopted child must know the truth. എന്താ അതിന്റെ അർത്ഥം? അവള് സത്യം അറിയണം. An adopted child must know the truth. സത്യം അറിയണം. She has to tell Aradhana sooner or later. ആരാധനയോട് അവള് ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് സത്യം പറയണം എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രമീലയും ഗ്രാൻഡ്മയും കൂടെ ഡിസ്കസ് ചെയ്യുന്നത് ആര് കേട്ടു? ആരാധനയും സിമിയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. Adopted child? Aradhana, an adopted child? I stared at her. സിമി അന്തം വിട്ടുപോയി. എന്നിട്ട് സിമി അഡോപ്റ്റഡ് ചൈൽഡോ എന്ന് പറഞ്ഞിട്ട് അവളേക്ക് നോക്കി. അവർ ഐസ് ലോക്ക്ഡ്. ഞങ്ങളുടെ കണ്ണുകൾ ഉടക്കി. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ നോക്കി. I held out a hand that didn't quite reach Aradhana. ഞാൻ എന്റെ കൈ ഒന്ന് ഇങ്ങനെ അവളെ പിടിക്കാൻ നോക്കി. പക്ഷെ അവളെങ്ങനെ പിടിച്ച് സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷെ പറ്റിയില്ല. Like Aunt Pramila's poisoned words, my arm hung suspended in mid-air. I feel a sickening wave pull me off the ground from somewhere. From a cloud of mist and fog, my grandmother's voice reached me. എന്തായിരിക്കും ആരാധനയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേജിൽ കയറാൻ പോകുന്ന ഈ സമയത്ത് അവള് കേൾക്കുന്നത് അവളൊരു അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്നാണ്. അവളുടെ സിസ്റ്റർ സിമിയും ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഓക്കെ. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലെ, എത്രത്തോളം ആരാധന തകർന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത്. Let Sunitha tell her. It doesn't have to be you. And how not another word, Pramila? I forbid you to utter another word. എന്താ പറഞ്ഞത്? സുനിത പറഞ്ഞോളും, നീ അതിനെ കുറിച്ച് ടെൻഷൻ ആവണ്ട എന്നാരാ പറയണത്? ഗ്രാൻഡ്മ പറഞ്ഞു. It's too late now. I wanted to scream. Too late. Look what you have done. But I couldn't struggle out of the fog that enveloped me, imprisoned to me. ഒരുപാട് സമയം വൈകിയിരിക്കുന്നു. I wanted to scream. എനിക്ക് അലറി വിളിക്കണമെന്നുണ്ട്. ഇതൊക്കെ ആരാ പറയുന്നത്? നമ്മുടെ സിമി ട്ടോ. എന്തിനാണ് പ്രമീല ആന്റി ഈ സമയത്ത് ഈ രീതിയിൽ പെരുമാറിയത് എന്നറിയാതെ സിമി വല്ലാണ്ട് ഷോക്കായി പോയി. ആരാധന, സിമി വിളിച്ചു. ആരാധന. She didn't hear me. അവൾ ഞാൻ വിളിച്ചിട്ടൊന്നും കേട്ടില്ല. She stood in frozen despair, screaming a great silent scream, full of pain. ആരാധന ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. ഞാൻ വിളിച്ചിട്ടൊന്നും വിളി കേൾക്കുന്നില്ല. സ്വാഭാവികമാണ് അല്ലെ?
ആരാധന ആരാധന ഐ ഷുക്ക് ഹർ ബൈ ദ ഷോൾഡർ. എന്താണ്, ഞാൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് അവളൊന്ന് പിടിച്ച് കുലുക്കി. ഡാഡി ഡാഡിമ ഐ ക്രൈഡ് ഹെൽപ്ലെസ്ലി കം ക്വിക്ലി. ഡാഡിമ എന്ന് പറയുന്നത് ആരാണ്? ഗ്രാൻഡ് മദർ. അതായത് ആരാധന വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, അവള് സ്റ്റില്ലായിട്ട് നിൽക്കാണ്. അതുകൊണ്ട് ഞാൻ ഡാഡിമ, അതായത് ഗ്രാൻഡ്മയെ വിളിക്കുകയാണ്. ഐ ക്രൈഡ് ഹെൽപ്ലെസ്ലി കം ക്വിക്ലി. പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ. കാരണം എന്താണ്? എന്താ പറ്റിയത്? ആരാധന ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഗ്രാൻഡ്മേനെ വിളിക്കുകയാണ് സിമി. ഓക്കെ. ഗ്രാൻഡ് മദർ കെയിം വോബ്ലിംഗ് ഓൺ ഹെവി ഫീറ്റ്. ഹെവി ഫീറ്റ് എന്ന് വെച്ചാൽ വോബ്ലിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവരാണ്. കാരണം എന്താണ്? ഗ്രാൻഡ്മയ്ക്ക് കാലിന് വയ്യല്ലോ. റുമാറ്റിസം എന്ന് പറയുന്ന അസുഖമുണ്ട്, വാദത്തിന്റെ അസുഖമുണ്ട്, റുമാറ്റിസം കേട്ടോ. ഞാൻ ആ പേരൊക്കെ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ അവർ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഗ്രാൻഡ്മർ കെയിം. What is the matter? She asked. എന്താ പറ്റി? എന്താ ഇവിടെ പ്രശ്നം? What is the matter? She repeated, alarmed. ആരാധന, for heaven's sake, speak up, speak up. Heaven's sake എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവത്തെ ഓർത്ത് ആരാധന നീ ഒന്ന് സംസാരിക്കുക, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാൻഡ്മ വന്ന് ചോദിച്ചു. But the silent scream continued, although her lips were closed. My grandmother flapped around her. Aunt Pramila did too. Mr. Kothari, the principal, and the students of the dance school wanted to know what was wrong. എന്താണ് എവിടെ ശരിക്കും ഉള്ളത്? ഡാൻസ് സ്റ്റേജില് ഇനാഗ്വൽ പ്രോഗ്രാം ാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെ. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ കോഥാരി അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് ഇവരെല്ലാവരും ഓടി വന്നു. ആരാധന എന്താണ്, അവള് അനങ്ങുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. With a hopeless cry, I flung my arms around Aradhana's neck and wept. It's not true, Aradhana. It's not true. I sobbed. ഞാൻ തേങ്ങി കരഞ്ഞു. Sobbed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തേങ്ങി കരഞ്ഞു. അത് സത്യമല്ല ആരാധന, ഡോണ്ട് വറി, അത് സത്യമല്ല. യു മേ കം ബാക്ക് ടു, യു മേ പ്ലീസ് സ്പീക്ക്, നീ തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞോണ്ടേയിരുന്നു, തേങ്ങി കരഞ്ഞു. Aradhana freed herself from my embrace. She stared at Aunt Pramila and she asked Dadima, is it true? Is it? ആണോ, സത്യമാണോ? അതായത് പ്രമീല ആന്റീനെ നോക്കി, അതുപോലെ തന്നെ ഡാഡിമേനെ നോക്കിയിട്ട് ഡാഡിമേനോട് ചോദിക്കുകയാണ്, ഞാൻ കേട്ടത് സത്യമാണോ? എന്തായിരുന്നു കേട്ടത്? അഡോപ്റ്റഡ് ചൈൽഡ്. അത് തന്നെ, അഡോപ്റ്റഡ് ചൈൽഡ് ആണോ എന്നുള്ളതായിരുന്നു കേട്ടത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഈസ് വാട്ട് ട്രൂ ചൈൽഡ്, എന്ത് ശരിയാണോ എന്ന് നീ ചോദിക്കുന്നത്? ഗ്രാൻഡ് മദർ faltered, her eyes full of misery. ഈസ് വാട്ട് ട്രൂ, എന്താണ് ശരിയാണോ, എന്താ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ശരിയാണോ എന്ന്? What Aunt Pramila said, I want to hear the truth. എന്താണോ പ്രമീല ആന്റി പറഞ്ഞത് അതിനെ കുറിച്ചുള്ള സത്യം എനിക്ക് അറിയണം. I must know the truth. She screamed. I must. എനിക്ക് സത്യം അറിയണം. She screamed. All right, all right. My grandmother trembled. Shh, child, don't get so upset. എന്റെ മോളെ നീ വല്ലാണ്ട് ടെൻസ്ഡ് ആവല്ലേ. Don't. The truth, grandmother പറയാണ്, സത്യം എന്താന്നുള്ളത് ഞാൻ പറയാം, നീ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറഞ്ഞു. All right, all right. Turning to me, she whispered urgently, get your mother, child. Get her quickly. അമ്മ എവിടെ പോയതാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അമ്മ എവിടെ പോയതാണ്? അതന്നെ, അമ്മ എന്തോ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി അച്ഛന്റെ അടുത്തേക്ക് പോയ സമയത്താണ് ഈ കണ്ട പ്രശ്നമൊക്കെ ഉണ്ടായത് അല്ലെ. അപ്പൊ ഗ്രാൻഡ് മദർ സിമിനോട് പറയാണ്, ഇങ്ങനെ വിസ്പേർഡ് അർജന്റലി, പെട്ടെന്ന് ഇങ്ങനെ വിസ്പർ ചെയ്തിട്ട് പറഞ്ഞു, നീ പോയിട്ട് അമ്മേനെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. I shouldered my way through the crowd of silent onlookers. When I reached the door, I heard my sister's voice, torn with grief.
Leave me alone. Leave me alone, all of you. Oh, why don't you leave me alone? നിങ്ങൾ എല്ലാവരും ഒന്ന് ഇവിടുന്ന് പോവോ? എന്നെ ഒന്ന് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുത്തോ? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിട്ടു പോവാത്തത്? ഒന്ന് ഇവിടുന്ന് മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആരാധന വല്ലാണ്ട് ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ്. സിമി അപ്പൊ ഇവിടെ പോയി, പെട്ടെന്ന് അമ്മേനെ തിരയാൻ വേണ്ടിയിട്ട് സിമി അവിടുന്ന് പോയി, ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് പോയി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വാട്ട് ഇസ് ദ ടൈം നൗ? ഓക്കെ, 9 o'clock. അങ്ങനെ 2 സീന് നമ്മൾ തീർത്തു. ഇതിന്റെ ഒരു മൂന്നാമത്തെ സീൻ ഉണ്ട്. വി ക്യാൻ ടേക്ക് ഇറ്റ് ടുമോറോ. ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ ഇറ്റ്. 2 സെക്ഷനും കൂടി ഉണ്ട്, നമുക്കത് നാളെ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരുമ്പോ ഇതുവരെ നിങ്ങൾക്ക്, അതായത് നമ്മൾ ഈ വായിച്ച 2 സെക്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് എന്താ മോളെ? 15th ചാപ്റ്റർ റീഡിംഗ് സെഷൻ അല്ലേ? റീഡിംഗ് സെഷൻ അല്ലേ അത്? യെസ്. അപ്പൊ റീഡിംഗ് സെഷൻ തൽക്കാലം നമ്മൾ സ്റ്റോപ്പ് ചെയ്താണ്. നോർമലി റീഡിംഗ് എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കിപ്പോ ഒരു പരിധി വരെ മനസ്സിലായത് കൊണ്ട് അതിന് ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഏരിയകളിലേക്ക് കടന്നതാണ് കേട്ടോ. സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു 5 ചാപ്റ്ററും കൂടിയാണ് ഇനി മെയിൻ ആയിട്ടുള്ളതെന്ന്. അതെ അതെ, 5 ചാപ്റ്റേഴ്സും കൂടിയാണ് ഇനി, അതായത് മെയിൻ ഇൻ ദ സെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സ്ലോ ആയിട്ട് ഈച്ച് ആൻഡ് എവറി ലൈൻ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞതും കേട്ടോ. അതുകൊണ്ട് ഇതിന്റെ ബാക്കി നാളെ എടുക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് റീഡ് ചെയ്ത് ഫുൾ ക്ലിയർ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാൻ പാകത്തിൽ വേണം നാളെ വരാൻ. ഓക്കെ? Okay, miss. Okay then. Good night all. Thank you, ma'am. Good night. Thank you, ma'am. Good night. Thank you, ma'am. Good night. Good night all. ഒന്ന് ഇടയ്ക്ക് ഒന്നുകൂടി വാങ്ങി കഴിയുമ്പോ ഒരു 5-6 സ്റ്റെപ്പ് കയറി കഴിയുമ്പോ സ്റ്റെപ്പ് കയറണം.